LGയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. LG G8X Thinq. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോൺ ഡ്യുവൽ സ്ക്രീൻ ആക്സസറിയുമായിട്ടാണ് വരുന്നത്. അതായത് ഈ ഫോണിൽ നമുക്ക് വലിയ 2 ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG G8X Thinqയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. LG G8X Thinq വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ OLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ HDR10ൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ OLED ഡിസ്പ്ലേയും HDRൻ്റെ സപ്പോർട്ടും കൂടി ആകുമ്പം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഡ്യുവൽ സ്ക്രീൻ ആക്സസറിയാണ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ആണ്. ഈ ആക്സസറിയിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കേസും ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിസ്പ്ലേയുമാണ് ലഭിക്കുന്നത്. നമ്മുടെ ഫോൺ ഈ കേസിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ടൈപ്പ് സി പോർട്ടുമായിട്ട് ഇത് കണക്റ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ സെക്കൻഡ് ഡിസ്പ്ലേ യൂസ് ചെയ്യാം. പിന്നെ ഈ സെക്കൻഡ് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൽ കൊടുത്തിട്ടുള്ള അതേ ക്വാളിറ്റിയുള്ള അതേ സ്ക്രീൻ സൈസിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഫോണിലെ പോലെ തന്നെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചും ലഭിക്കുന്നുണ്ട്. ഈ സെക്കൻഡ് ഡിസ്പ്ലേയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. പിന്നെ 2 ഡിസ്പ്ലേയിലും നമുക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡിസ്പ്ലേ ഗെയിം പാഡ് യൂസ് ചെയ്തിട്ട് മറ്റേ ഡിസ്പ്ലേയിൽ നമുക്ക് ഗെയിം കളിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ ഫുള്ളായിട്ട് കീബോർഡായിട്ട് യൂസ് ചെയ്യാം. ഈ സെക്കൻഡ് ഡിസ്പ്ലേ നമുക്ക് 360 ഡിഗ്രി ഫോൾഡ് ചെയ്യാൻ കഴിയും. പിന്നെ സെക്കൻഡ് ഡിസ്പ്ലേ ക്ലോസ് ചെയ്താൽ പുറത്ത് നമുക്ക് ഒരു മിറർ ഫിനിഷാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് 2.1 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ടൈമും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് IP68 റേറ്റിംഗ് ആണ് ലഭിക്കുന്നത്. അതായത് ഈ ഫോൺ വാട്ടർ പ്രൂഫും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് 6 GB റാമാണ് ലഭിക്കുന്നത്. 128 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. പിന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 136 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. DTS:X സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 21 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററി വെച്ച് തന്നെയാണ് സെക്കൻഡ് ഡിസ്പ്ലേയും വർക്കാവുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഫോൺ അമേരിക്കയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് $700 ആണ്. അതായത് ഏകദേശം 49,500 രൂപ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഡിസ്പ്ലേ എന്നുള്ളൊരു ഫീച്ചറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റും ഇത് തന്നെയായിരിക്കും.